വളരെ നല്ലൊരു സബ്ജക്റ്റ് ആണ് ഇന്ന് മേഡം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്കും പേനയായിട്ട് ഇരുന്നിട്ട് വേണ്ട പോയിന്റുകൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപകാരമാകുന്ന ഒരു സെഷനാണ്. അപ്പൊ അതിനുള്ളൊരു ടൈമും കൂടി ബുക്കും പേനയും എടുക്കാത്തവർക്ക് കൂടി തരികയാണ്. കാരണം ഈ വർഷം നമുക്ക് തീരാനായിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പൊ ഈ വരുന്ന ന്യൂ ഇയർ അടുത്ത 2026 മുതൽ എല്ലാവർക്കും ബയോട്ടേറിയം നെഞ്ചിലേറ്റിയിട്ടുള്ള എല്ലാ പാർട്ട്നേഴ്സിനും നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താൻ സാധിക്കുന്ന ഒരു വർഷമായിട്ട് മാറണം. അതുപോലെയുള്ള ട്രെയിനിങ് സെഷനുകളാണ് നമ്മളുടെ KBCയുടെ ബാനറിൽ മനോജ് സാർ നയിക്കുന്ന ടീമിൽ നമുക്ക് ഈ ഒരു ടീമിനുള്ള ഒരു പ്രത്യേകത വളരെ നല്ലൊരു കോർഡിനേഷൻ ആണ്. ഗ്രേറ്റ് ലീഡർ ഡാനി സാർ, ഗ്രേറ്റ് ലീഡർ അബി സാർ മുതൽ എല്ലാ ലീഡേഴ്സും ഒപ്പം നിന്നിട്ട് നമ്മളെ വിജയിപ്പിക്കാനായിട്ട് എല്ലാ സപ്പോർട്ടും തരുന്ന ട്രെയിനിങ് സെഷൻ രമേശൻ മാഷിന്റെ, ഇപ്പൊ ഡോക്ടർ സുമേഷ് സാർ പോലുള്ള ആളുകള് നമ്മളുടെ ടീമിലോട്ട് വന്നിട്ടുണ്ട്. മറ്റു ടീമുകൾക്ക് ഇല്ലാത്ത ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മളെ ഓരോ വ്യക്തികളെയും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ടും നല്ല സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് കഴിയുന്ന ആളുകളാക്കി മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ അറിവും ഒരുപാട് വലുതാണ്. അപ്പൊ ഇന്ന് സൂസമ്മ മേഡം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സക്സസിലോട്ട് എത്താനായിട്ട് അത് ഉപകാരമാകും. അപ്പൊ ഞാൻ എല്ലാ ലീഡേഴ്സിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവയർനെസ് തരുന്നതിന് വേണ്ടിയിട്ട് സൂസമ്മ മേഡത്തിനെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സൂസമ്മ മേഡം. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ പേര് സൂസമ്മ. തങ്കമൺ മാഡം എന്നെ പരിചയപ്പെടുത്തി. ഞാൻ കോട്ടയം സ്വദേശിയാണ്. മണർകാടാണ് ഞാൻ താമസിക്കുന്നത്. കോട്ടയത്ത് ടൗണിൽ തന്നെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഈ കൺസെപ്റ്റിലേക്ക് വന്നത് പ്രോഡക്റ്റിന്റെ റിസൾട്ടിലൂടെയാണ്. വളരെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക്. അത് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ മാജിക്കൽ റിസൾട്ട് എന്നാണ്. നമ്മൾ അലോപ്പതി ട്രീറ്റ്മെന്റ് വളരെയധികം ചെയ്തുകൊണ്ടിരുന്നു. യാതൊരു വ്യത്യാസവും ഇല്ലെന്നല്ല, അന്നേരം ഒന്ന് കുറയും പിന്നെയും വരും. അങ്ങനെ ഒരു വല്ലാത്തൊരു ഫിസിക്കൽ അവസ്ഥയിലായിരുന്നു ഞാൻ. അതിൽ നിന്ന് എനിക്ക് പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാജിക്കൽ റിസൾട്ട് എന്ന് പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടൊരു റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ വിശ്വസിച്ച് ഇതിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും എൻ്റെ ചുറ്റുപാടുമുള്ളവരോട് പറയണ്ടായിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാണാനായിട്ടുള്ള റിസൾട്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഒന്നും ചോദിക്കാതെ തന്നെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക ചെയ്ത്. അത്രയ്ക്ക് ഒരു റിസൾട്ടാണ് എനിക്ക് വന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. എങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ടീം ബിൽഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് MLM-ഓ അതിൻ്റെ രീതികളോ ഒന്നും എനിക്ക് പരിചയമില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊരു 6-7 മാസം പഠിച്ചു. ഓൺലൈനായിട്ട് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, നോർമൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകമാണ്. ആ ഒരു പാസീവ് ഇൻകമാണ് എൻ്റെ ഒരു ഗോള്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും നല്ലൊരു ടീമുമായിട്ട് സെറ്റാക്കി ഞാൻ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു ഗോള്, അല്ലെ, നിങ്ങൾക്കൊക്കെ ഓരോരോ ഗോളുകൾ കാണും. എങ്കിലും ആക്റ്റീവ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും. പക്ഷെ പാസീവ് ഇൻകം അത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, അല്ലെ. ആ ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ 2 മക്കളാണ്. അവരൊക്കെ സെറ്റിലായിട്ടുണ്ട്. അവർ പഠിച്ചു, അവരെല്ലാം ജോലിയായി, 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവരൊക്കെ ഞങ്ങളുടെ കൂടെ ഇല്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് മണർകാട് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, അല്ലെ. നാളെ നീളെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ലോട്ടറി കച്ചവടക്കാരനാണോന്ന് തോന്നുന്നു, അല്ലെ. പക്ഷെ ലോട്ടറി ഒന്നും വിൽക്കാൻ വന്നതല്ല. നമ്മുടെ വിജയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവ വിശേഷം, അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് എല്ലാവരുടെയും ഒരു കംപ്ലൈന്റ്, അല്ലെ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് ആ ടൈമിൽ അത് ചെയ്തു തീർക്കാൻ ഒത്തില്ല. ഇത് കുറെ കൂടെ നന്നായിട്ട് എനിക്ക് ചെയ്യായിരുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ
അങ്ങനെ നന്നാക്കി ചെയ്യും എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ നാളെ ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നാളെ എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്, അല്ലെ? ഒരു ഭാവനയാണ്. നമ്മുടെ ഇന്നെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളൂ. ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയി. നാളെ എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സാധനമല്ല, നമ്മുടെ ഭാവനയാണ്, നമ്മുടെ മിഥ്യ ഒരു ഇതാണ്. നമുക്ക് ലഭിച്ചെങ്കിൽ ലഭിച്ചു എന്നുള്ളതേ ഉള്ളൂ, അല്ലെ? അപ്പൊ നാളെ നാളെ ചെയ്യാവുന്നുള്ള ഒരു രീതി, നമുക്ക് പിന്നെ ചെയ്യാവുന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നിലവിലില്ല. അത് നമുക്ക് കിട്ടിയെങ്കിൽ കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. എപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ നല്ല നാളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോകത്തിൽ ഒരു സർവേ നടത്തിയതിന്റെ ഫലമായിട്ട് ടോട്ടൽ പോപ്പുലേഷനിൽ ഒരു 15% 20% ആൾക്കാരും നമ്മൾ ഈ പറഞ്ഞ ഒരു ശത്രുവില്ലേ, അതായത് നമ്മുടെ വിജയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ശത്രുവിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഈ ശത്രുവിന്റെ പേരാണ്, വിജയക്കുതിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ശത്രുവിന്റെ പേരാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്നാണ്. അതായത് നീട്ടി വെക്കുന്ന സ്വഭാവം. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പണ്ട് പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുന്നത്. അതായത് ലൂസിഫർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്ന മോഹൻലാൽ ആയിരിക്കും, അല്ലെ? അതല്ല, ബൈബിളിലുള്ള ഒരു കഥയാണ്. ലൂസിഫർ എന്ന് പറഞ്ഞാല് ബൈബിളില് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന മാലാഖ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മാലാഖ, എല്ലാ കഴിവുകളും ഉള്ള ഒരു മാലാഖയായിരുന്നു ലൂസിഫർ. പക്ഷെ ഒരു കാര്യം മാത്രം കുഴപ്പം വന്നു. എന്താ? അവന് അഹങ്കാരം അങ്ങ് കൂടി. എന്നിട്ട് അവൻ ആഗ്രഹിച്ച എന്നാന്ന് വെച്ചാൽ ദൈവത്തിനും മേളിലാവണം എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിൽ വന്നതോടുകൂടി അവന് നിലനിൽപ്പില്ലാതായിപ്പോയി, അല്ലെ? അവനെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് വിട്ടു. അപ്പൊ നരകത്തിന്റെ അധിപനായിട്ടാണ് അവൻ, ചെകുത്താനായിട്ട് മാറുക ചെയ്തത്. അങ്ങനെ അവനിപ്പം നരകത്തിലാണ്. നമ്മുടെ ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു നരകമാണ്. ആ നരകത്തില് ഈ ലൂസിഫർ വളരെ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ലൂസിഫറിന്റെ അസ്വസ്ഥതയുടെ കാര്യം എന്നറിയോ? ഇപ്പോൾ ഉള്ളവരെല്ലാം സ്വർഗത്തിലാ പോകുന്നത്, നരകത്തിലോട്ട് ആരും വരുന്നില്ല. ഇങ്ങനെ അങ്ങ് തുടർന്ന് പോവുകയാണെങ്കിൽ നരകം പൂട്ടേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പം ലൂസിഫർ നിശ്ചയിച്ച് അതിനൊരു പ്രതിവിധി വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് ലൂസിഫർ ഒരു തീരുമാനം എടുത്തു. ഈ നരകത്തിലുള്ളതിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ചെകുത്താനെ തെരഞ്ഞെടുത്തിട്ട് ഭൂമിയിലേക്ക് വിടുക. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതിന് പ്രിലിമിനറി സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് 3 പേരെ സെലക്ട് ചെയ്തു. അതില് ഫൈനൽ ഇന്റർവ്യൂ നടക്കുക. അപ്പം ലൂസിഫർ ആദ്യത്തെ ആളോട് ചോദിച്ചു, നിന്നെ ഞാൻ ഭൂമിയിലേക്ക് വിടുവാണെങ്കിൽ നീ അവിടെ പോയിട്ട് എന്ത് പറയുമെന്ന് ചോദിച്ചു. അപ്പം ആ ചെകുത്താൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാരെയും പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും, ധാരാളം പ്രലോഭനങ്ങൾ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ലൂസിഫറിന്റെ ആ ആൻസർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രണ്ടാമത്തെ ചെകുത്താനോട് ചോദിച്ചു, നിന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഭൂമിയിലോട്ട് വിടുവാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവൻ ആവേശത്തോടു കൂടി പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് അവരെ ബോധവൽക്കരിക്കും, സ്വർഗവും നരകവും ഒന്നും ഇല്ല, അതൊക്കെ മിഥ്യയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളാൻ അവരോട് പോയി പറയുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ആൻസറും ലൂസിഫറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലൂസിഫർ മൂന്നാമത്തെ ചെകുത്താനോട് ചോദിച്ചു, നിന്നെ വിടുവാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പുള്ളി വളരെ കൂളായിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പറയും, നിങ്ങൾ പുണ്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, മരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൂടെ താമസിക്കാം, എപ്പോഴും ദൈവത്തിനൂടെ വസിക്കാം. അതേസമയം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടാ പോകുന്നെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, അവിടെ ഭയങ്കര കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോ തന്നെ ഈ ലൂസിഫറിന് അങ്ങ് ദേഷ്യം വന്ന് ലൂസിഫർ അലറി, നിന്നെ ഞാൻ എന്തിനാണ് ഭൂമിയിലേക്ക് വിടുന്നത്? നീ സ്വർഗത്തിലെ ആൾക്കാരെ കൂട്ടാനായിട്ടാണോ? നരകത്തിൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ടല്ലേ നിന്നെ ഞാൻ വിട്ടേ? അപ്പൊ ഈ ചെകുത്താൻ വളരെ കൂളായിട്ട് തന്നെ പറഞ്ഞു, അതൊക്കെ പറയുമെങ്കിലും ഞാൻ ശക്തമായ ഒരു ചിന്ത അവരിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, പക്ഷെ അതൊന്നും ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ചെയ്യാനായിട്ട് ഇനിയും സമയമുണ്ട്, നാളെ ഉണ്ട്, അടുത്ത മാസം വേണമെങ്കിൽ ചെയ്യാം, അല്ലെ? പിന്നെ സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ചു എന്നുള്ളൊരു വലിയൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുമെന്ന് പറഞ്ഞു. ലൂസിഫറിന് അതങ്ങ് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ചെകുത്താനെ അന്ന് ഭൂമിയിലേക്ക് വിട്ടപ്പോഴാണ് ഈ പ്രൊക്രാസ്റ്റിനേഷന്റെ വിത്ത് ആ ചെകുത്താൻ അവിടെ പോയി വിതച്ചത്. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ സംശയം എന്നാന്ന് വെച്ചാൽ, ആ ചെകുത്താൻ തിരിച്ച് നരകത്തിലേക്ക് പോയി ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെയും സ്വഭാവം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. നമ്മൾ ചോദിക്കുക, നിങ്ങളിലും ഈ സ്വഭാവം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, തങ്കമണി മാഡത്തിന്റെ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ ഉണ്ട്, എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും, അല്ലെ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും അങ്ങനെ തന്നെ പറയും. പക്ഷെ നമുക്കതൊന്ന് തിരിച്ചറിയാനായിട്ട് ഞാനൊരു 3-4 ചോദ്യം നിങ്ങളോട് ചോദിക്കാം.
ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഈ ഡെഡ് ലൈൻ വരെ ജോലികൾ കാത്തു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഡെഡ് ലൈൻ ആവുമ്പോഴത്തേക്കും വളരെ പരവേശപ്പെട്ട് അതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, രാവിലെ അലാറം അടിക്കുമ്പോഴത്തേക്കും എഴുന്നേക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഒരു സൂമ ഒരു പകുതി ആകുമ്പോഴൊക്കെ ഓടിക്കേറി വരുന്നവരാണോ നിങ്ങൾ? മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ജോലി ഇങ്ങനെ കുന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ കിടക്കാറുണ്ടോ? നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സാധനങ്ങളൊക്കെ തപ്പി നടക്കുന്നവരാണോ? അതോ കൃത്യ സ്ഥലത്ത് വെക്കാതെ അത് തപ്പുമ്പം അവിടെ പോയി തപ്പും, അതിന്റെ അടിയിൽ പോയി തപ്പും. അല്ലെ, നമുക്ക് ചില ആൾക്കാരെ അറിയാം, ഒരു സാധനം തപ്പി എത്ര കുന്തം പോയ കുടത്തിലും തപ്പണമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ തപ്പിയിട്ട് സാധനം കണ്ടുപിടിക്കുന്നവരാണോ നിങ്ങൾ? ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക. ഇതിന് യെസ് എന്നുള്ളൊരു മറുപടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളും ഈ ദൂഷ്യ സ്വഭാവത്തിന് അടിമയാണ്. ഈ ദൂഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ദൂഷ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ സ്വഭാവം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് ബൈ ബൈ പറഞ്ഞാലോ? അതിനു വേണ്ടിയിട്ടുള്ള ഒരു 6 ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ച് നമ്മളൊരു വിശകലനം ചെയ്യുക. അതാണ് ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞ. അതായത്, നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ അതിനൊരു കാര്യം കാണുമല്ലോ, ഒരു കാരണം കാണുമല്ലോ. അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കുവാണെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ മാറിയില്ലേ? അപ്പൊ സാധാരണ എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത്? തൽക്കാലത്തെ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ തൽക്കാലത്തെ ബുദ്ധിമുട്ട് മാറുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, അത് നമ്മൾ താമസിച്ച് ചെയ്യുമ്പോൾ ഇപ്പം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അന്നേരം നമുക്ക് വരും അല്ലെ? നമ്മളത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. താമസിച്ച് വന്ന് പണി ചെയ്യുമ്പോൾ എന്നാ വരും? ഇത് തീരുവോ? പിന്നെ നമ്മൾ ഹറിബറി ആയിട്ടല്ലേ ബഹളം വെച്ചൊക്കെ ആയിരിക്കും തീർക്കുന്നത്. അതിന് വേറൊരു പ്രതിവിധി എന്നാ, നമ്മളിത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ട് അവസാനം അങ്ങ് റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ 2 കാര്യത്തിനും ഒരു റിലാക്സേഷൻ വരുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ആ റിലാക്സ് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മുടെ മനസ്സിൽ എന്നാ, ആ പണി ചെയ്തില്ല, അത് ചെയ്യാനായിട്ട് ഒക്കുവോ, അത് തീരാനായിട്ട് ഒക്കുവോ, ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ റിലാക്സ് ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മളെ പണിയെല്ലാം ചെയ്ത് തീർന്ന് വളരെ ഹാപ്പിയോടുകൂടി അല്ലെ, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ റിലാക്സ് ചെയ്യും. ഈ 2 റിലാക്സ് തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏതാണ് ക്വാളിറ്റി ഉള്ള റിലാക്സ്? ഏതാ? രണ്ടാമത്തെ റിലാക്സ് തന്നെയാണ് ക്വാളിറ്റി ഉള്ള റിലാക്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മളെ ജോലികളെല്ലാം ചെയ്തു തീർത്തിട്ട് നമ്മൾ വളരെ ഹാപ്പി മൂഡിൽ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊക്രാസ്റ്റിനേഷനുള്ള നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്ത് അതിന്റെ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതങ്ങ് പരിഹരിക്കുക. അന്നേരം ആ പ്രോബ്ലം അങ്ങ് തീരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെയിലി റൊട്ടീൻ പോലും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ? ബ്രഷ് ചെയ്യുക, കുളിക്കുക, തുണി വാഷ് ചെയ്യുക, തുണി മടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും ഒക്കെ മുഖം വരും. അതായത് ഇപ്പം രാവിലെ നമ്മൾ ദിനചര്യകളൊക്കെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ 1-2 മുഖം നിങ്ങളുടെ മനസ്സിൽ വരും ഞാനിപ്പോ പറയുമ്പോൾ. അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ച് എല്ലാവരും വിളിക്കുവാണേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എല്ലാവരും വന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്നാ പറയും? നിങ്ങളൊന്ന് ഇരുന്നോ കേട്ടോ, ഞാനൊന്ന് പല്ല് തേച്ചിട്ട് വരാവേ എന്ന് പറയുന്ന ആൾക്കാർ ആരുടെയെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ? അതായത് കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ട് അവരുടെ സമയമല്ല പോകുന്നത്, ഒരു 5-6 പേര് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകാനായിട്ട് നമ്മൾ പറയുവാണ്, നാളെ നമ്മൾ 9 മണിയാകുമ്പോൾ എല്ലാവരും റെഡി ആവണം, നമ്മൾ ഇന്ന സ്ഥലത്ത് പോവുക. 8:50 ആകുമ്പോൾ റെഡിയായി വാതുക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. 9 ആകുമ്പോഴത്തേക്കും കഥ കടയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പറയും, 1 മിനിറ്റ് ഞാനൊന്ന് കുളിച്ചൊന്ന് ഡ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം, ഒരു 5 മിനിറ്റ് കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലേ. അവര് അങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് എത്ര പേരുടെ സമയമാണ് പോകുന്നത്? ആ മൂഡ് തന്നെ ചിലപ്പം പോകും അല്ലേ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇച്ചിരി താമസിച്ച് എത്തുന്നതുകൊണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മൂഡ് തന്നെ ചേഞ്ച് വരും. ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? നമ്മളൊരു കൃത്യ സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക. ഇപ്പൊ നമ്മൾ 8:30ക്കാണ് ഒരു സ്ഥലത്ത് പോകേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് ഡെയിലി അല്ലെങ്കിൽ നമ്മൾ വർക്കിന് പോകുന്നവരാന്ന് വിചാരിക്കുക. 8:30
8:30 നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ 6 തൊട്ട് 7 വരെ സൂമില അല്ലെ, 7 തൊട്ട് 7:30 വരെ ഇന്ന കാര്യങ്ങൾ ചെയ്യും, 7:30 തൊട്ട് 8 വരെ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ആ ഒരു ടൈം ബൗണ്ടിന്റെ അകത്ത് ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. 8 നമ്മൾ കുളിച്ച് റെഡിയായി, നമ്മൾ 8:25 നമ്മൾ റെഡിയായി നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അതേസമയം ചില ആൾക്കാരെങ്ങനെയാ, 7 മണിക്ക് സൂമും കഴിഞ്ഞു, സൂമിൽ തന്നെ അലസമായിട്ടിരിക്കും, സൂമും കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യും, 8 മണി വരെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് 8 ഭയങ്കര ബഹളം വെച്ചൊരുങ്ങി 8:30 ഇപ്പം ബസ്സിനാ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ബസ് മിസ്സാവും, അല്ല സ്വന്തം വണ്ടിയെ പോകുന്നവരാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്ന വഴിക്ക് ഒരു ബ്ലോക്ക് വരും അല്ലെ. സമയത്ത് നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനായിട്ടൊക്കാതെ വരും. അതേസമയം നമ്മൾ എന്നാ ചെയ്യണം, ഇതിനെയൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് ആ കൃത്യസമയത്ത് തന്നെ ചെയ്യുവാണെങ്കിൽ എന്നാ വരും, നമ്മൾ 7:30 ചെയ്യേണ്ട കാര്യങ്ങൾ 7:30 ചെയ്യും, 8 ചെയ്യുന്ന കാര്യങ്ങൾ 8 ചെയ്യും. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശീലങ്ങളായിട്ട് അത് മാറും. ശീലങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് വല്ല പാടുണ്ടോ? നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ ശീലങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളെ നിയന്ത്രിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. ശീലങ്ങളായി മാറിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ മുടക്കങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യും എന്നൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് അങ്ങനെ അങ്ങ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ അറിയാതെ തന്നെ ആ കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോകും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാല്, ചില ജോലികൾ നമ്മൾ കാണുമ്പോൾ തന്നെ പറയുമല്ലോ, അയ്യോ ഇതെങ്ങനെ ഞാൻ ചെയ്തു തീർക്കും. അതിന്റെ ഒരു വലിപ്പത്തെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അതത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, പക്ഷെ നമ്മളത് തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും കാര്യം നമ്മൾ എങ്ങനെ ചെയ്യാനായിട്ടാ എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വലിയ വലിപ്പമുള്ള ജോലിയാണ് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം, അതിനെ ചെറിയ ചെറിയ ജോലികളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്താൽ പോരാ, ടൈം ബൗണ്ട് ആയിട്ട് അത് ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ടൈം ബൗണ്ട് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രോസസ്സ് ഒരു 5 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർ അതിന് പ്രയോറിറ്റി നോക്കാതെ ചെയ്യും. അതായത് ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് അവസാനത്തെ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെക്കും. പക്ഷെ നമ്മൾ തുടങ്ങാൻ വരുമ്പം വീണ്ടും ഹർബറിയായി അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ടൈം ബൗണ്ടായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ട ഭാഗങ്ങളായിരിക്കണം ആദ്യമേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്ക് 3 ദിവസം കൂടുമ്പോഴാണ് പേയ്മെന്റ് കിട്ടുന്നത് അല്ലേ. അപ്പൊ നമ്മൾ 3 ദിവസം ഈ പേയ്മെന്റ് കിട്ടുന്നതിന്റെ തലേ ദിവസം അടിക്കുന്ന ആൾക്കാരുണ്ട് വളരെ ബുദ്ധിപരമായിട്ട്. അപ്പൊ നമുക്ക് ID കിട്ടി, നമ്മുടെ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടി, അപ്പം തന്നെ നമ്മൾ ID അടിച്ചു, അത് KYC ചെയ്ത് വെച്ചു. 10 ദിവസത്തേക്ക് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ബാങ്കിൽ പൈസ ഇടേണ്ട സമയത്ത് ബാങ്കിൽ പൈസ ഇട്ട്, അതൊക്കെ നമുക്ക് സമയമുണ്ട് ചെയ്യാൻ. 3 ദിവസത്തിനകത്ത് ചെയ്താൽ പോരെ. അത് പിന്നെടുത്ത് വെച്ചു. അപ്പൊ ഗ്രൂപ്പിൽ എല്ലാരും പറയാ ഇന്ന് നമുക്ക് ID അടിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ റെഡിയാക്കി വെച്ച ആൾക്കാർക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അതേസമയം കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ കിട്ടിയിട്ട് കൈ വെക്കും. ഇപ്പൊ നമ്മൾ ഇന്ന് 5 മണിക്ക് എല്ലാവരും ID അടിക്കുക എന്ന് പറയും. നമുക്കറിയാം, ഒരുമിച്ച് ID അടിക്കുമ്പോൾ എല്ലാവർക്കും ഫാമിലി ബോണസ് കിട്ടും അല്ലെ. അതിനു വേണ്ടിയിട്ട് പറയും ഇന്ന് 5 മണിക്കകം എല്ലാവരും ID അടിച്ചേരെ എന്ന് പറയുമ്പോൾ അവര് പോയിട്ട് ID അടിക്കാൻ നോക്കും. അന്നേരത്തേക്ക് ഉണ്ടല്ലോ ID കാർഡിൽ അത് തെളിഞ്ഞിട്ടില്ല, മറ്റേത് ബാങ്കിന്റെ പാസ്ബുക്കിൽ ഇന്ന പ്രശ്നം, പിന്നെ അതിനോട്ടവാ അല്ലെ, പിന്നെ എടുത്തില്ല. അത് ആദ്യമേ ചെയ്യേണ്ട കാര്യമാ. അത് ചെയ്യാതെ നമ്മൾ ഇതെല്ലാം ചെയ്തു വന്നിട്ട് 5 മണിക്ക് ചെയ്യേണ്ട സമയം 4 ബാങ്കിലേക്ക് പൈസ അയക്കും. അയ്യോ പിൻ കിട്ടിയില്ല, പിന്നെ ലീഡറിനെ വിളിച്ചു. മൊത്തത്തിൽ എല്ലാവർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും കിട്ടുമ്പോൾ തന്നെ ആ പരിപാടികൾ തീർത്തു വെക്കുവാണെങ്കിൽ വളരെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാനുണ്ടാക്കും അല്ലെ. നമ്മൾ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട അല്ലെ. അപ്പൊ എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ആക്ടിവേറ്റ്. അപ്പൊ നമുക്ക് ഒരു വലിയ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അനുസരിച്ച് ആക്കി ടൈം ബൗണ്ട് ആയിട്ട് അതിനെ കറക്റ്റായിട്ട് തന്നെ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യമേ ചെയ്ത് അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഹർബറി ആയിട്ട് ചെയ്യേണ്ട, നമ്മുടെ ലൈഫ് വളരെ സമാധാനത്തോടു കൂടി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. 4ാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാല്, ഒരു ജോലി കാണുമ്പോഴേ നമ്മൾ മനസ്സ് വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദുഷ്കരമായിട്ടുള്ള പരിപാടിയാ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് അതിനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. അപ്പൊ ദുഷ്കരമാണെന്ന് നമ്മൾക്ക് കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ദുഷ്കരമായ ഒരു കാര്യം കാണും അല്ലെ,
ആ കാരണം എന്താന്നുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് അതിനെ പരിഹരിച്ചാൽ മതി, പ്രശ്നം അവിടെ തീരും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും അല്ലേ, നമുക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? എക്സ്പേർട്ട് ആയ ഒരാളുടെ അടുക്ക് പോയി സഹായം തേടുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്ത്. ഇപ്പം കമ്പ്യൂട്ടറിന്റെ ഒരു കാര്യമാണ്, ചില ആൾക്കാർക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു കോഴ്സ് അല്ലെങ്കിൽ 2-3 ദിവസം ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുക്ക പോയി ആ കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മൾ ആ കാര്യത്തിൽ എക്സ്പേർട്ട് ആകണം. നമ്മൾ ആ കാര്യത്തിൽ എക്സ്പേർട്ട് ആകുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ? നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടല്ലേ നമ്മൾ അറിയാതെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ പഠിക്കുന്നതിന് മുമ്പാണെങ്കിൽ അയ്യോ ഇതിനിപ്പോ എങ്ങനെ ചെയ്യും എന്നും പറഞ്ഞിട്ട് അതിനെ വെച്ചോണ്ടിരുന്ന അവസാനം കിടന്ന് ബഹളം വെച്ചൊക്കെ ആക്കും. അപ്പൊ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ എക്സ്പീരിയൻസ് കുറവോ നമുക്ക് എക്സ്പേർട്ട് അല്ലെങ്കിലോ നമ്മളത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ട് അതെല്ലാം പഠിച്ച് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ചില സാധനങ്ങൾ നമുക്ക്, ചില സംഗതികൾ, കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ മേലാഴിക വരും അല്ലേ. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഒരു അപ്ഡേഷൻ വന്നു, അപ്ഡേഷൻ വരുമ്പോൾ കുറെ കാര്യങ്ങൾ മാറി ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് അതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മനസ്സിലായ ആൾക്കാരെ ചെന്ന് കണ്ടുപിടിച്ച് അവരുടെ അടുക്ക ചോദിച്ച് നമ്മളും അത് മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് അത് ചെയ്യണം. ചിലർക്ക് ഈഗോ കൊണ്ട്, മറ്റുള്ളവരോട് ചോദിക്കാനായിട്ട് ഒരു ദുരഭിമാനം കൊണ്ടൊക്കെ ചോദിക്കാതെ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഒരു നല്ല കാര്യമല്ല. നമുക്ക് അറിവില്ലെങ്കിൽ, നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് അത് മനസ്സിലാക്കി അന്നേരം തന്നെ അത് പഠിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു കാരണം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് അല്ലേ. ഒരു കാര്യം അങ്ങോട്ട് ചെയ്ത് തുടങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമായിരിക്കും. പക്ഷെ അതിങ്ങനെ കൊണ്ട് ചെയ്ത് തുടങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് അതിനെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അതിന് തീരാനായിട്ടുള്ളതേ ഉള്ളൂ. ചെയ്തു തുടങ്ങിയാൽ അങ്ങേറ്റം എത്തിയില്ലെങ്കിലും കുറച്ചെങ്കിലും മുമ്പോട്ട് പോകുമല്ലോ. ചെയ്യാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയാൽ എന്താ, ഇതിനൊരു പരിഹാരം ഇല്ല. അപ്പൊ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എ ജേർണി ഓഫ് 1000 miles begins with a single step. അപ്പൊ എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഈസി, ഏർലി ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജേർണി സക്സസ് ആകാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. 6ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, 6ാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ കാര്യങ്ങള് എന്നാ പറയുന്നത്, കുറ്റമറ്റതാകണം. ഇപ്പൊ നമ്മുടെ ഇതിൻ്റെ അത് തന്നെ ഞാൻ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് അല്ലേ. ബിസിനസ്സിലുള്ള ചില ആൾക്കാർ അച്ചീവ്മെന്റ്സ് ഒക്കെ എടുക്കാത്ത ആൾക്കാരുണ്ടല്ലേ, അവര് പറയുന്നത് എന്നറിയോ, ഇതും കൂടെ അങ്ങോട്ടൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് പൊളിക്കും അല്ലേ, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ പറയുന്ന ആൾക്കാർ തുടങ്ങുകയില്ല, ചെയ്യുകയില്ല. അവരുടെ ആ ഒരു പ്രശ്നം തീർന്നിട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നാ പറയുന്നേ, ആ പെർഫെക്ഷൻ വരുത്തിയിട്ട്, ഞാൻ അങ്ങനെയൊന്നും ചുമ്മാ ചെയ്യുന്ന ആളൊന്നും അല്ല, ഞാനെല്ലാം അടിപൊളിയായിട്ടേ ചെയ്യത്തുള്ളൂ, പക്ഷെ ഇതൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെയ്യാൻ. ഇങ്ങനെ പറഞ്ഞ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഇങ്ങനെ കുറ്റമറ്റതാക്കാനായിട്ട് നിങ്ങൾ ഒത്തിരി നോക്കണ്ട, ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ശരിയായി പൊക്കോളും. അപ്പൊ അതാണ് ഈ 6 ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതിനുള്ള ഇന്ധനം എന്ന് പറഞ്ഞാൽ എന്നാ, മോട്ടിവേഷൻ അല്ലേ. ചില സാധനങ്ങളിൽ നിന്ന് നമുക്ക് മോട്ടിവേഷൻ, ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് മോട്ടിവേഷൻ കിട്ടും. നമുക്കറിയാം, നമ്മൾ പുസ്തകം വായിച്ചാല്, വീഡിയോ കണ്ടാല്, ചില ക്ലാസ്സുകൾ കേട്ടാലല്ലേ, പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് പുറമേ ഉള്ള മോട്ടിവേഷൻ കിട്ടും. അതിന് പറയുന്ന എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്നാ. പക്ഷെ ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ട്. ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്ന മോട്ടിവേഷനാണ്. നമുക്ക് ഇന്റേണൽ മോട്ടിവേഷൻ ഉള്ള ആൾക്കാർക്ക് പ്രൊക്രാസ്റ്റിനേഷൻ വരത്തില്ല. ഇന്റേണൽ മോട്ടിവേഷൻ കുറയുമ്പോഴാണ് പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റേണൽ മോട്ടിവേഷന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റുക. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടാകും, നമുക്ക് പ്രൊക്രാസ്റ്റിനേഷനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രവൃത്തിയെയും 3ആയിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ട്രിഗർ, 2ാമത്തെ ആക്ടിവിറ്റി, 3ാമത്തെ റിവാർഡ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുക, അതെന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി അല്ലേ. അതിനു മുമ്പ് നമുക്ക് എന്നാ ട്രിഗർ, നമുക്ക് വിശപ്പുണ്ടാകും. വിശപ്പുണ്ടാകുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ,
വയറും ഒക്കെ നിറഞ്ഞ് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മനസ്സും നിറയും, നല്ല ഭക്ഷണമാണെങ്കിൽ വയറും നിറയും. അപ്പൊ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സും, അതാണ് നമ്മുടെ റിവാർഡ്. ഇത് മനസ്സിലായോ? ഓരോ പ്രവൃത്തിക്കും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ട്രിഗറും ആക്ടിവിറ്റിയും റിവാർഡും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ 5 മണിക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ 5 നമുക്കൊരു ട്രിഗർ, നമുക്കൊരു ഫീല് വരും, അത് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ട്രിഗർ നമുക്ക് വരും. അത് വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുമോ ഇപ്പൊ ചെയ്യണോ, ഇച്ചിരി കൂടെ കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പം നമുക്ക് നല്ലൊരു റിവാർഡ് അതിനുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? ആ റിവാർഡ് അച്ചീവ് ചെയ്യാൻ, അത് അച്ചീവ് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം ഓർക്കുമ്പോൾ നമ്മളെ ആക്ടിവിറ്റി മറന്നിട്ട് നമ്മൾ അങ്ങ് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ റിവാർഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു ഇന്റേണൽ ഒരു പുഷ് വരും, ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റേണൽ പുഷ് വരും. നമ്മൾ ഫൈനൽ എക്സാമിന് പഠിക്കുന്ന പിള്ളേര് തലേദിവസം പഠിക്കുന്നതാണോ അതിന്റെ ഒരു തീവ്രത, ഒരു മാസം മുമ്പേ പഠിക്കുന്നതാണോ ഒരു തീവ്രത? തലേദിവസം പഠിക്കുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ആക്ടിവിറ്റിയുടെ റിവാർഡ് ഒത്തിരി താമസിച്ച് വരുവാണെങ്കിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാ, അല്ലെ? ആക്ടിവിറ്റിയുടെ റിവാർഡ് താമസിച്ചു വരുവാണെങ്കിൽ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? നമ്മളിപ്പോ 1 വർഷത്തേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസമൊന്നും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല, അല്ലെ? ഇനിയും കിടപ്പുണ്ടല്ലോ സമയം, എന്നിട്ട് ചെയ്യാന്നുള്ളൊരിത്. അതേസമയം ഇപ്പൊ നമ്മളൊരു 10 ലക്ഷം രൂപ ഈ വർഷം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കും. ഞാനൊരു ചെറിയൊരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടും, 1 ലക്ഷം രൂപ വെച്ച് മാസം ഉണ്ടാക്കിയ 12, അപ്പൊ ഇച്ചിരി കുറഞ്ഞാലും 10 നമുക്ക് കിട്ടും, അല്ലെ? അപ്പൊ ആ ഒരു മാസം വരുമ്പോ അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു ചെറിയതാക്കിയിട്ട് നമ്മൾ റിവാർഡുകൾ പറയും, അല്ലെ? ഇപ്പൊ ഈ മാസം 25,000 രൂപ കിട്ടുന്നവർക്ക് ഒരു റിവാർഡ് പറയും, 1 ലക്ഷം കിട്ടുന്നവർക്ക് ഒരു റിവാർഡ് പറയും. അപ്പം നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷനെ മാറ്റി നിർത്തി നമ്മുടെ ആക്ഷനിലേക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് ഈ റിവാർഡ് എന്ന് പറയുന്നത്. ആ റിവാർഡ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുവാണെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ, ഈ ചെറിയ കാലയളവിൽ നമ്മൾ റിവാർഡുകൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിതെല്ലാം നല്ല ഉത്സാഹത്തോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഫൈനൽ എക്സാം 1 വർഷം കഴിഞ്ഞ് നടക്കുന്നതിന് നമുക്ക് സെമസ്റ്റർ എക്സാം ഉണ്ട്, ടേമിനൽ എക്സാം ഉണ്ട്, അല്ലെ? ഇതൊക്കെ വരുന്നത് കൊണ്ടാണ് പിള്ളേർക്ക് 1 വർഷം പഠിക്കാൻ സാധിക്കുന്നത്. ആ പാടെ ഒരു ഫൈനൽ എക്സാമേ ഉള്ളെങ്കിൽ ആരെങ്കിലും പഠിക്കുവോ? എല്ലാം കൂടെ അവസാനം വെച്ചുകൊണ്ടിരുന്നിട്ട് ആകെ പ്രശ്നങ്ങളാവും, അല്ലെ? അപ്പൊ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ചെറിയ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമുക്ക് സാധിക്കുന്ന എന്തുകൊണ്ടാ? ചെറിയ റിവാർഡുകൾ അതിനു വേണ്ടിയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷന് ഉള്ള ചാൻസ് വളരെ കുറവായിട്ട് വരും. നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം, നീഡ്സും വാണ്ട്സും, അല്ലെ? നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ അതിജീവനത്തിനുള്ള കാര്യങ്ങളൊക്കെയാണ് നീഡ്സ് ആയിട്ട് വരുന്നത്. അല്ലാതെ നമ്മളെ മോഹിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? അതെല്ലാം നമ്മുടെ വാണ്ട്സാ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഫോൺ വേണം. നമ്മളൊരു സാധാരണ ഫോൺ വാങ്ങിച്ചാൽ നമുക്ക് ബിസിനസ് ചെയ്യാമല്ലോ, അത് നിങ്ങളുടെ നീഡാ. അപ്പൊ നിങ്ങൾ ഐഫോൺ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ വാണ്ട, അല്ലെ? നമുക്ക് എപ്പോഴും എങ്ങനെയാണ്? നീഡിനാണ് നമുക്ക് ഇന്റേണൽ മോട്ടിവേഷൻ വരുന്നത്. വാണ്ട് വരുമ്പോ അത്രയും വരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാണ്ടുകളെ എല്ലാം നീഡാക്കി മാറ്റി നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു സമയത്ത് ഒരു കാര്യത്തെ മാത്രം ശ്രദ്ധിക്കുക, അതായത് ഫോക്കസ് ചെയ്യുക. നമ്മൾ ഫിസിക്കൽ മസിൽ ഉണ്ടാക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മുടെ മെന്റൽ മസിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ വരും? ഒത്തിരി കാര്യങ്ങളെ ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. അതേസമയം ഒരു കാര്യത്തെ മാത്രം ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ പവറും എനർജിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കാര്യങ്ങളെയൊക്കെ ഒരു ഗെയിം പോലെ നമ്മൾ കണക്കാക്കുവാണെങ്കിൽ, ഒരു ഗെയിം പോലെ നമ്മൾ കാണുവാണെങ്കിൽ, ആ ഗെയിമിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാശിയോടെ കളിക്കത്തില്ലേ, അതുപോലെ നമുക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. സാറ്റിസ്ഫാക്ഷനും കിട്ടും, വളരെ സന്തോഷത്തോടു കൂടി അത് അനുഭവിക്കാനും കഴിയും. ഇനി പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സക്സസിലേക്കുള്ള യാത്രയിൽ നമുക്കൊരു തടസ്സമാണെന്നോ മനസ്സിലായി, അല്ലെ? നമുക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ എങ്ങനെ സക്സസിലേക്ക് പോകാമെന്നുള്ളതിന് ഒരു 7 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഗോൾസ് വിത്ത് ഡെഡ് ലൈൻ. അതായത് നമ്മൾ പറയുമ്പോൾ പറയും ഞങ്ങളെല്ലാവരും ഗോളാ എന്ന് പറയും, ഗോൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും, അല്ലെ? പക്ഷെ ആ ഗോളിന് ഒരു ഡെഡ് ലൈൻ വേണം. ആ ഡെഡ് ലൈൻ ഉള്ള ഗോളുകളാണ് നമുക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഒക്കുന്നത്. അത് വലിയ ലോങ്
ടൈം ഗോൾ ആണെങ്കിൽ എന്ത് പറ്റും? വീണ്ടും പ്രൊക്രാസ്റ്റിനേഷൻ വരും. അപ്പൊ നമുക്ക് വലിയൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ ചെറിയ ഗോളുകളാക്കിയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് തീർക്കുന്ന പോലെ നമ്മളത് സെറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷനെ ഒഴിവാക്കി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് സെറ്റ് ചലഞ്ചിങ് ഗോൾസ്. ഇപ്പം മനോജ് സാറ് 10 മാസം കൊണ്ട് 1 കോടി ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല അല്ലെ. എനിക്ക് എൻ്റെതായ ഒരു കഴിവുണ്ട് അല്ലെ. തങ്കമണി മാഡത്തിൻ്റെതായ ഒരു കഴിവുണ്ട്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കഴിവും കൂടെ വെച്ച് വേണം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് ഒരു ശകലം ഹൈ ആയിട്ടുള്ള ഗോള്. അതായത് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗോള് ഞാൻ ചെയ്ത പ്രൊക്രാസ്റ്റിനേഷൻ വരും ഇല്ലേ. എനിക്ക് ഈസി ആയിട്ട് അത് ചെയ്യാം, അതുകൊണ്ട് ഞാനത് പിന്നെ താമസിപ്പിച്ച് വെക്കും. പക്ഷെ എനിക്ക് ചെയ്യാവുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിന് കുറച്ചു മുകളിലായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. അത് വേറൊരാൾ സെറ്റ് ചെയ്യുന്ന ഗോള് നോക്കി നമ്മൾ സെറ്റ് ചെയ്യരുത്. നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന നമ്മുടെ കഴിവ്, നമ്മുടെ സാഹചര്യം, ഇതൊക്കെ വെച്ച് നമ്മളാണ് ഗോള് സെറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചലഞ്ചിങ് ഗോൾ ആയിരിക്കണം എന്നുള്ളതാണ് പ്രൊക്രാസ്റ്റിനേഷനെ തടയാനായിട്ടുള്ള ഒരു മാർഗം. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് ഇപ്പം 3 മാസം കൊണ്ട് നമ്മൾ ഇത്ര രൂപ ഉണ്ടാക്കുന്നു, അപ്പൊ 1 മാസം കൊണ്ട് എത്ര ഉണ്ടാക്കാം, 1 ആഴ്ച കൊണ്ട് എത്ര ഉണ്ടാക്കാം, 1 ദിവസം കൊണ്ട് എത്ര ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മൾ ഡെയിലി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അത്രയും നടന്നില്ലെങ്കിൽ സെക്കൻഡ് ഡേയിൽ എന്നാ ചെയ്യണം, 2 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത് നോക്കണം. ഇനി അത് നിങ്ങൾക്ക് കുറച്ച് കുറവ് വരുവാണെങ്കിൽ വീക്കിലാവുമ്പോൾ അവിടെ എത്താൻ നോക്കണം, മന്തിലാവുമ്പോൾ അവിടെ എത്താൻ നോക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്, അതാണ് 4ാമത്തെ പോയിന്റ്. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ, അതായത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഡിസ്ട്രാക്ഷൻ വരും അല്ലെ. ഇപ്പൊ മൊബൈല് കണ്ടമാനം, ഇപ്പൊ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന റീൽസ് ആണ് ഇപ്പൊ എല്ലാവരുടെയും സമയം കൊല്ലുന്ന ഒരു കാര്യം അല്ലെ. ഇതിലൊക്കെ നമ്മൾ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം, നമ്മളൊരു കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നെറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. അന്നേരം പിന്നെ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരത്തില്ലല്ലോ. അങ്ങനെ നമുക്ക് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് വരുന്നോ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുകയാണെങ്കിൽ ആ ഡിസ്ട്രാക്ഷനെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഒരു കാര്യം ധൃതി ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ഒരു നോളജും കൂടെ കിട്ടാനായിട്ട് നമ്മളൊന്ന് യൂട്യൂബ് നോക്കിയേക്കാന്ന് വിചാരിച്ച് യൂട്യൂബ് കൊടുക്കും. എന്നിട്ട് എന്നാ പറ്റും, അതെടുക്കുമ്പോൾ വേറൊരു കാര്യം കാണും, അത് കാണും, അതിൻ്റെ അങ്ങപ്പുറത്ത് കാണും. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും നമ്മൾ ഓർക്കുന്ന ഈ ചെയ്യാമെന്ന കാര്യത്തെക്കുറിച്ച് ഒത്തിരി സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷനെ അവോയ്ഡ് ചെയ്ത് തന്നെ വേണം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ. അതുപോലെ തന്നെ 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ബൈ അനദർ പേഴ്സൺ. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മളുടെ സക്സസ് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലീഡറോ നിങ്ങളുടെ കൊളീഗ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക, ഞാൻ ഇന്ന കാര്യങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് അനലൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെ ഒരു തീരുമാനിച്ചു ഞാൻ തന്നെ ചെയ്യാനായിട്ട് ഇരിക്കുവാണെങ്കിൽ ഇന്ന് വേണ്ട നാളെ ആട്ടെ എന്നുള്ളൊരു ഇത് വരും. അതേസമയം ഞാൻ തങ്കമണി മാഡത്തിനോട് പറയുകയാണ് എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ ഇന്നത് ചെയ്തു തീർന്നില്ലെങ്കിൽ എന്റെ ടെൻഷൻ എന്നറിയോ, തങ്കമണിയോട് വിളിക്കുവാണെങ്കിൽ ഞാൻ എന്നാ പറയും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും അല്ലെ. അതിനു വേണ്ടിയിട്ടാണേലും നമ്മൾ ഇത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ ചെയ്യും. അപ്പൊ ആരെയെങ്കിലും നമ്മളെ അനലൈസ് ചെയ്യാനായിട്ടൊന്ന് ഏൽപ്പിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ നിയന്ത്രിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എ പാർട്ണർ ടു ആക്ട്, അതായത് നമ്മുടെ സെയിം വൈബ്രേഷനിലുള്ള, നമ്മളെക്കാളും വൈബ്രേഷൻ കുറഞ്ഞ ഒരാളെ നമ്മുടെ കോ പാർട്ട്ണറായിട്ട് എടുക്കരുത്. അപ്പൊ നമുക്ക് തന്നെ വരും, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും അത് ലാഗ് ചെയ്തു പോകും. അപ്പൊ നമ്മുടെ സെയിം വൈബ്രേഷനിലുള്ള ഒരാളെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 2 പേര് ചേർന്ന് ചെയ്യുവാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കുറച്ചുകൂടെ സക്സസിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ രാവിലെ നടക്കാൻ പോകാനായിട്ട് ഒരു തീരുമാനം എടുത്തു, ആദ്യത്തെ ഒരാഴ്ച അങ്ങ് പോകും അല്ലെ. 2ാമത്തെ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഇന്ന് പോവണ്ട എന്ന് വിചാരിക്കും. അതേസമയം നമ്മൾ നെയ്ബർ ഒരാളുമായിട്ട് കൂടിയാണ് നടക്കാൻ പോകുന്നെങ്കിലോ, അവര് വന്ന് കോളിംഗ് ബെൽ അടിക്കുമോ എന്നുള്ളൊരു പേടിക്ക് നമ്മൾ എന്നാ ചെയ്യും, ഇച്ചിരി മടി വിചാരിച്ചാലും നമ്മളങ്ങ് ഒരുങ്ങും. അവര് വരുമല്ലോ, അവര് നമ്മളെ വിളിച്ചാൽ നമ്മൾ എന്നാ പറയും. ഇത് സെയിം ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവരുടെ, അവർക്ക് മടി വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വിളിക്കുമല്ലോ എന്ന് ഓർത്ത് അവരും ചെയ്യും. അപ്പം ഒരു പാർട്ട്ണർ നമ്മുടെ ഒരു ആക്ഷനായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോണ്ട് ബി
പെർഫെക്ഷനിസ്റ്റ്. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇതിന്റെ അകത്തും അതൊരു പോയിന്റ് ആണ്. പെർഫെക്ഷനെ നോക്കി നമ്മൾ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യവും നടക്കത്തില്ല, അല്ലേ? അപ്പൊ നമുക്ക് എന്താ വരുന്നത്? നമുക്ക് പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ എത്ര പഠിച്ചു ചെയ്തെന്ന് പറഞ്ഞാലും 100% കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുക. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് കമന്റ് പറയും. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് സൂമിൽ ഒന്ന് സംസാരിച്ചു, മുഴുവൻ പെർഫെക്റ്റ് ആന്ന് പറയാൻ ഒക്കുവോ? അപ്പൊ ചിലപ്പോൾ ആദ്യമേ പറഞ്ഞതിനേക്കാളും രണ്ടാമത് പറയുമ്പോൾ കുറച്ചുകൂടെ നന്നാകുമായിരിക്കും, അല്ലേ? അപ്പൊ നമ്മൾ ഇത് സൂമിൽ തന്നെ സംസാരിക്കാതിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരല്ലേ പറയുന്നത്. ചിലപ്പോൾ തങ്കമണിയാടെ എന്നെ വിളിച്ചിട്ട് പറയും, സുസ്മേന്റി ആ പറഞ്ഞ് ചില വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് ഇച്ചിരി ലാഗ് വരുന്നുണ്ട്, ഇല്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മളോട് പറയുന്നത്, സ്നേഹിക്കാത്തവർ നമ്മളോട് പറയുമോ? അപ്പൊ അതിനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുത്തോണ്ട് നമ്മൾ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യുക. സക്സസ്സിലേക്ക് പോകുന്ന ആൾക്കാരെങ്ങനെയാ? നല്ല കമന്റുകളെ നന്നായിട്ട് സ്വീകരിക്കുക. ചീത്തയായിട്ട് വരുന്ന കമന്റുകൾ നമ്മളങ്ങ് നിഗ്ലക്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് സ്വീകരിക്കേണ്ടതെന്ന് തോന്നുന്ന കമന്റുകൾ നമ്മൾ ചെയ്ത് നമ്മളെ കുറച്ചുകൂടെ കറക്റ്റാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ സക്സസ്സിലേക്ക് തന്നെ നമുക്ക് പോകാനായിട്ടെടുക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യവും ചെയ്യാതിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കത്തില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ബൈബിളിൽ സഭാപ്രസംഗിക്കാത്ത ഒരു വചനം ഞാൻ ഓർക്കുന്നത്. അതിൻ്റെ അപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ സ്ഥലത്ത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വചനമാണ്. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മഴയെ നോക്കുന്നവൻ കൊയ്യുന്നില്ല. അത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അപ്പൊ നമ്മൾ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നമ്മൾ നോക്കണ്ട, നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അതിനെല്ലാം മറികടക്കത്തക്കവണ്ണം നമ്മൾ ഉയരണം, അല്ലേ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും എത്രത്തോളം വരുന്നോ അത്രത്തോളം നമ്മൾ ഉയരുക ചെയ്യുന്നത്. അത് നമുക്ക് സഹായകമാണ്. അതായത് ചിലരത് പ്രശ്നമായിട്ടെടുക്കും, ചിലരത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കും. അങ്ങനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ അതിന് മേലെ ഉയർന്ന് നമുക്ക് മുന്നോട്ട് പോകത്തക്കവണ്ണം നമ്മൾ സെറ്റാകുക. അങ്ങനെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാര്യം, അതിനെ അതിജീവിക്കാനായിട്ടുള്ള കാര്യം, നമ്മൾ സക്സസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാനിവിടെ ഇപ്പൊ പറഞ്ഞു. നിങ്ങൾക്ക് ഉതകുന്ന കുറച്ച് വിത്തുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും, അല്ലേ? എല്ലാ വിത്തുകളും നിങ്ങൾക്ക് പ്രയോജനം ഇല്ലെങ്കിലും 1-2 കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ജീവിതത്തിൽ വിതച്ചിട്ട്, ആ വിത്തുകൾ വിതച്ച് 80-100 മേനി ഫലം കായ്ക്കുന്ന പോലെ അതിനെ വിളവെടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് കൊയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ സൂസമ്മ വർഗീസ്, കോട്ടയം. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. താങ്ക് യു മാം. എല്ലാരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് സത്യത്തില് ഒരു നിമിഷം മറന്നുപോവുകയാണ്. കാരണം വണ്ടർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. നമ്മളുടെ ടീമിന് ഇതുവരെ കിട്ടാത്ത അത്ര ഒരു വിഷയമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ ഇതുപോലത്തെ ഒരു സെഷനിൽ ഇതുവരെ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയുന്നു. അപ്പോൾ നമ്മള് സ്റ്റാർട്ടിങ്ങിലെ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു, നമുക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഒരു പേനയും ബുക്കായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. സബ്ജക്റ്റ് ഇതാണ്. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭാവിയിലോട്ട് ഉപകാരപ്പെടുന്നു എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ നോട്ട് ചെയ്ത് എടുത്തേക്കുന്ന ആൾക്കാരൊക്കെ ഈ 2026 ടീച്ചർ പറഞ്ഞത്, മേഡം പറഞ്ഞതുപോലെ വിത്ത് ഇടാനുള്ള കാര്യങ്ങള് സൂസമ്മ മേഡം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് 80%ആണോ 100%ആണോ വിളവെടുക്കേണ്ടതെന്ന് എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാർക്കും അത് കൂടുതൽ കുറച്ച് നമ്മളെ ബ്രെയിനിലോട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാർ സക്സസിലോട്ട് എത്തുന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെയും കമന്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. സൂസമ്മ മേഡം ഇത്രയും അറിവുകൾ നമുക്ക് പകർന്നു തന്നതിന് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു സമ്മാനം നമ്മൾ മനസ്സിന് സന്തോഷമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഓരോ മെസ്സേജുകളായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പൂക്കളായാലും ഒരു സ്നേഹത്തിന്റെ ഒരു ഉപകാരം കൊടുക്കണം എന്ന് കൂടി പറയുന്നു. മേഡം പറഞ്ഞതില് ലൂസിഫർ എന്നൊരു ബൈബിളിലെ വാക്കുകളിൽ നിന്ന്, ഒരു കഥയിൽ നിന്നാണ് സ്റ്റാർട്ടിങ് ആയത്. പിന്നെ എന്റെ ലൈഫിലുണ്ട് ഡെഡ് ലൈൻ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അലാറം
ശബ്ദിച്ചാല് അല്പസമയം കൂടി എന്ന് പറഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കും അറിയാം. ഈ ഇരിക്കുന്ന സെഷനിൽ ഇതിപ്പോ ഒരു 192 പേരുണ്ട്. ഇതിൽ എത്രത്തോളം ആളുകൾ ഉണ്ടാവുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. സൂമിൽ കയറാൻ നേരത്ത് ടീച്ചർ മാഡം പറഞ്ഞു ലാസ്റ്റ് ടൈമിൽ കയറുന്ന ആളുകള് ശരിയായിരിക്കാം, അങ്ങനെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് ജോലികൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തുടങ്ങി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടും അത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് അവസാനം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്ത് തീർക്കണമല്ലോ ഭഗവാനെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകള് നമുക്കറിയാം. എന്തൊക്കെയായാലും പിന്നെ ലേഡീസിന് എപ്പോഴുള്ള ഒരു പ്രത്യേകത, എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് എവിടെയാണെന്ന് പോലും ഓർമ്മയില്ലാതെ അന്വേഷിച്ച് നടന്ന് അതിന്റെ പുറകെ പോകുന്നതും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, ചെറിയൊരു കാര്യം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ നോളജ് അതിനെ പറ്റി അറിയാനായിട്ട് നമ്മൾ യൂട്യൂബിൽ കയറും. അത് സത്യമായിട്ടുള്ള പിന്നെ ചിലപ്പോ അത് അന്വേഷിക്കും, അതിന്റെ പുറകെ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ വരും, അതിനെ തുടർന്ന് വീണ്ടും നമ്മുടെ സമയം പോകും. ഇതൊക്കെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫോക്കസ് ഉണ്ടാക്കുക, അത് ഫിസിക്കൽ ആണെന്നുണ്ടെങ്കിലും മെന്റൽ പവറിന് വേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വേണമെന്നുള്ളത് മാഡം പറഞ്ഞു. മെന്റൽ പവർ നമുക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സെഷൻ കാര്യങ്ങളൊക്കെ രമേഷ് സാറിന്റെ, ഡാൻഡി സാറിന്റെ, മനോജ് സാറിന്റെ, അഭി സാറിന്റെ ഒക്കെ കെയർ ഓഫിൽ നമ്മളുടെ സക്സസിന് വേണ്ടിയിട്ട് ചെയ്തു തരുന്നുള്ളത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ള ഒരു വാക്ക് മാഡം പറഞ്ഞായിരുന്നു. അതും വളരെ നല്ലതാണ്. കാരണം എന്റെ പേരാ പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആയിട്ട്. അതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഇഷ്ടമുള്ള ഒരാളുടെ പേര് അവരിൽ ഏൽപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവര് തിരിച്ചു ചോദിക്കും. അത് നമ്മള് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടിപ്സുകളും നമുക്ക് ഫോളോ ചെയ്യുന്നതാണ്. എന്തായാലും 100% എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിനെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു തങ്കമണി മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ സുഷമ മാഡമാണ് നമ്മളായിട്ട് സംവദിച്ചത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന സബ്ജക്റ്റാണ് അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റി വെക്കുക, ഇപ്പൊ ചെയ്യേണ്ട കാര്യം കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുക. എല്ലാം മാറ്റിവെക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിനുള്ള അടിസ്ഥാന കാരണം. എല്ലാം മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇന്ന് ഒരാളെ കാണാൻ പോകാൻ വേണ്ടി പറഞ്ഞാൽ പറയും നാളെ വന്നാൽ പോരെ എന്ന് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ വൈകുന്നേരം ആക്കാന്ന് പറയും. വൈകുന്നേരം ആകുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അത് വീണ്ടും മാറ്റിവെക്കും. ഈ മാറ്റിവെക്കലാണ് നിങ്ങളെയും മാറ്റിവെപ്പിച്ചിരിക്കുന്നത് ജീവിതത്തിൽ നിന്ന്. വിജയത്തിൽ നിന്ന് മാറ്റിവെക്കാനുള്ള കാരണം നിങ്ങൾ ഈ ഓരോ മാറ്റിവെക്കലുകളുമാണ് വിജയത്തിലേക്ക് എത്താനുള്ള സ്പീഡ് കുറക്കാനുള്ള കാരണം. അത് ആദ്യം തിരിച്ചറിയണം. അതാണ് ഇവിടെ സുഷമ മാഡം വളരെ വ്യക്തമായിട്ട് എക്സാമ്പിൾ സഹിതം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യൻ രാവിലെ ഉറങ്ങി എഴുന്നേക്കാൻ വേണ്ടി നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അലാറാം സെറ്റ് ചെയ്യും, അല്ലേ? എന്നിട്ടോ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അലാറം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് അലാറം ഇല്ലാതെ തന്നെ നിങ്ങൾ 4 മണിക്ക് എഴുന്നേക്കും. നിങ്ങളൊരു ടൂർ പോകാൻ തീരുമാനിച്ചു എന്നിരിക്കാം, നിങ്ങൾക്കും അലാറം വേണ്ട. വേണോ? വേണ്ട. നിങ്ങൾ 3 മണിക്ക് അറിയും, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു, ഓരോ അലാറവും നിങ്ങൾക്ക് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് 3 മണിക്ക് അറിയും. പക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകാൻ തീരുമാനിച്ചതെങ്കിൽ, അത്രയും പ്രാധാന്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് പോകാൻ തീരുമാനിച്ചെങ്കിൽ ഈ അലാറം അടിച്ചാൽ പോലും അറിയില്ല. നിങ്ങൾ അറിഞ്ഞാലും അവിടെ ഓഫാക്കി കിടക്കും. ഓർമ്മ അല്ലേ? അതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൽ നിന്ന് മാറി ഞാൻ ആദ്യം പറഞ്ഞ വൈബ്രേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് തവണയൊക്കെ നമ്മൾ ഈ അലാറമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് അതിനൊക്കെ അത്ര വലിയ ആവശ്യമില്ലെന്നത്. നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറിയാണ് സ്വാഭാവികമായിട്ടും. മനസ്സിലായില്ലേ? നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഇന്ന് 10 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് പോകണം. സലീമൊക്കെ വിളിച്ചിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ എനിക്ക് 10 മണിക്ക് എത്തണമെങ്കിൽ ഞാൻ ഇവിടുന്ന് 8 മണിക്ക് പുറപ്പെടണം, അല്ലെ? അത് 11 മണിയായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ സലീമിക്കോട് ഉച്ചയാകുമ്പോൾ എത്താം സലീമിക്കാന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കിടക്കും. അതേപോലെ സലീംക്ക് പറയാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഭയങ്കരമാണ്, ആനയാണ്, പുലിയാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഞാൻ 6 മണിക്ക് ഇവിടുന്ന് റെഡി ആയിട്ട് ചിലപ്പോൾ 8 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും, ഇല്ലേ? അതായത് നമ്മുടെ ധാരണയാണ്, നമ്മുടെ ആ ഒരു
മനസ്സിലേക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ ആവശ്യത്തെ കൊടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ നീട്ടിവെക്കലും മാറ്റിവെക്കലൊക്കെ നടക്കുന്നത്. മനസ്സിലായ? അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു ഓരോ കാര്യങ്ങളെയും, അതിനനുസരിച്ചാണ് നിങ്ങളുടെ സക്സസും. ഇപ്പൊ വൈകിട്ടോറിയത്തിൽ ഒന്നും എല്ലാവർക്കും അറിയാം, വലിയൊരു എമൗണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഞാൻ ഈ പറഞ്ഞ ഒറ്റ ഉത്തരേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത്ര ഒരു ആവേശം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായ? ആ ആവേശത്തിന് എവിടെയോ ഒരു ചോർച്ച സംഭവിക്കുന്നതുകൊണ്ടാണ്. ഞാൻ നേടിയെടുക്കുന്നുള്ള ഒരു ആവേശം ഉണ്ടല്ലോ, അതിന് കുറവുണ്ടാകരുത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ടൂർ പോകുമ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഒരു യാത്ര പോകണം, അല്ലെങ്കിൽ വലിയ ഒരു അമ്പലത്തിലേക്ക് നമ്മൾ പോകണം, അല്ലെ, പള്ളിയിൽ പോകണം, ദൂരെയുള്ളതാണ്. അപ്പൊ നമ്മൾ കുടുംബസമേതം പോകാൻ വേണ്ടിയുമ്പോ തലേ ദിവസം ഉറക്കില്ല നമുക്ക്, അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, അല്ലെ, ഒരു കല്യാണം നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുകയാണ്. അപ്പൊ 2 ദിവസം മുമ്പേ നമ്മൾ ഉറക്കില്ലാത്ത ദിവസങ്ങളാണ്. പക്ഷെ ഉറക്കില്ലാത്തതുകൊണ്ട് നമുക്ക് യാതൊരു ക്ഷീണം ഉണ്ടാവുമൊന്നുമില്ല, അല്ലെ. പിന്നെ ആൾക്കാർ വരുന്നു, കല്യാണം കഴിയുന്നു, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അറിയാതെ തളർന്നു വീണ് കിടക്കുന്നതാണ്, അല്ലെ. പിന്നെ കുറെ ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, അല്ലേ, പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ അതിന് തലേ ദിവസം അന്നത്തെ ദിവസമൊക്കെ ഭയങ്കര എനർജി ആയിരിക്കും. അത് എവിടുന്നാ കിട്ടുന്നത്? ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അതെവിടുന്നാ കിട്ടുന്ന എനർജി? എവിടുന്നാ കിട്ടുന്നത്? അതാണ് ആവേശം എന്ന് പറയുന്നത്. മനസ്സിലായ? അതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി എപ്പോഴും 24 hours നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് സക്സസ്. അവിടെ മാറ്റിവെക്കൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവിടെ മാറ്റിവെക്കൽ ഉണ്ടാവില്ല. ഇതിനെ ഇങ്ങനെ നിങ്ങളെ മനസ്സിലേക്ക് നിറക്കാൻ വേണ്ടി സാധിക്കണം. അപ്പൊ മാറ്റിവെക്കൽ എന്ന് പറയുന്നത് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് മനുഷ്യനാണ് നമ്മള്, മടിയുണ്ടാവും, അല്ലെ, എല്ലാ കാര്യത്തിനും മടിയുണ്ടാവും. ചെറിയ ഇന്നലെ എറണാകുളത്ത് മഴ പെയ്തു എന്ന് പറയുമ്പോഴേക്കോ എന്നാ പിന്നെ നാളെ പോവാം, അല്ലെ, ഇന്നിപ്പോ അവിടെ മഴയാണ്, ഇവിടെ മഴയാണ്. നമ്മളിങ്ങനെ മാറ്റിവെച്ചുകൊണ്ടേ ഇരിക്കും. അതിൽ നിന്ന് നമ്മൾ മാറാൻ തയ്യാറാകുക, നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് വിജയത്തിലേക്ക് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, വിജയിക്കാൻ വേണ്ടത് ഗോളുകളാണ്. ആ ഗോളുകൾ സെറ്റ് ചെയ്താൽ അത് നമുക്ക് നേടാൻ പറ്റുന്ന ഗോളുകൾ മാത്രമേ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നെഗറ്റീവ് ആവും. കാരണം നിങ്ങളെ മനസ്സിലേക്ക് വലിയ ആവേശത്തോടെ കൊടുക്കുക, ഞാൻ ഈ മാസം ഇത്ര ലക്ഷം രൂപ അച്ചീവ്. നിങ്ങൾ മന്ത്ലി ഒരു ടാർഗറ്റ് എടുക്കുക, ഈ മാസം ഇത്ര ലക്ഷം അച്ചീവ് ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്നത് മാത്രമേ നിങ്ങളെ മനസ്സിന് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്യും, 3 ലക്ഷം രൂപ അച്ചീവ് ചെയ്യും, 5 ലക്ഷം രൂപ അച്ചീവ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ബ്രെയിൻ നിങ്ങളോട് പറയും, നിനക്ക് ഇതൊന്നും പറ്റൂല കേട്ടാ, ഇതൊന്നും നടക്കൂല മോനെ, അതുകൊണ്ട് നീ വേറെ പണിക്ക് പോയിക്കോ, നിനക്ക് പറ്റിയ പണിയൊന്നുമല്ല ഇത് എന്ന് ആര് പറയുന്നറിയോ? ഈ ബ്രെയിൻ തന്നെ നിങ്ങളോട് കുറച്ച് സമയം കഴിയുമ്പോൾ പറയും അച്ചീവ് ചെയ്തിട്ടില്ലേ. ഒരു സംശയം വേണ്ട. മനസ്സിലായ? ആദ്യം നിങ്ങൾ ഇതിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷെ അത് നേടാൻ പറ്റുന്നില്ലെങ്കിൽ പുള്ളി എന്നെ ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ തുടങ്ങും. ഇതൊന്നും നടക്കാൻ പോണില്ല കേട്ടാ, ഇത് നടക്കൂല, നിനക്ക് നടക്കൂല എന്ന് നിങ്ങളോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ എന്താവുന്നറിയോ? പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? ഒന്നും കൂടി നെഗറ്റീവ് ആവും, ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ എങ്ങനെയുള്ളതായിരിക്കണമെന്നറിയോ? അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ മാത്രമാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ആഴ്ച ഒരു ഫാമിലി ബോണസ് മേടിക്കും, മതി. 2 എണ്ണം മേടിക്കാൻ പറ്റുന്നവർ 2 എന്ന് മാത്രം ചെയ്യും. അല്ലാണ്ട് ഞാൻ 4 ഫാമിലി ബോണസ് മേടിക്കും, ഒരു മാസം ഞാൻ 5 ലക്ഷം രൂപ മേടിക്കും. എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കല്ലേ. ഒരാഴ്ചയിൽ ഒരു ഫാമിലി ബോണസ് മേടിക്കും, ഒരു 6820 മേടിക്കും എന്ന് പറഞ്ഞാൽ തന്നെ മാസം 30,000 രൂപയില്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണമെന്നറിയോ? പിന്നെ അത് മാറ്റി വെക്കരുത്. അതിനാണ് സുഷമ മാഡം പറഞ്ഞ, അത് നിങ്ങളെ വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറോടോ അല്ലെങ്കിൽ ആരെങ്കിലോടോ ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കുക. എന്തായി എന്റെ സലീംക്ക, നിങ്ങളല്ലേ ഇവിടുന്ന് വലിയ വാചകം അടിച്ചിട്ട് പോയത്, എവിടെ നിങ്ങളുടെ ഫാമിലി ബോണസ്? നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്. മനസ്സിലായ? നിങ്ങളെ സ്ക്രീൻ കിട്ടിയിട്ടുണ്ട് സാറേ, വെച്ചിട്ടില്ല. അതൊന്നും അല്ല, കിട്ടലും വെക്കലും ഒന്നല്ല. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കയറാം. ഞാൻ 2 പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഐഡി അടിക്കും. അയാളുടെ പാൻ കാർഡ് കിട്ടിയിട്ടില്ല, പാൻ കാർഡിന് അപേക്ഷിച്ചതേ ഉള്ളൂ. അതൊന്നും അതിന് ഉത്തരമല്ല. മനസ്സിലായ? അച്ചീവ് ചെയ്യുന്ന പറഞ്ഞാൽ 6820 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് കാണണം. അതാണ് അച്ചീവബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി തയ്യാറാവും. ഇങ്ങനെ ഇത്ര ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യണം.
ഇങ്ങനത്തെ ഗോളുകൾ സെറ്റ് ചെയ്താൽ നമ്മൾ മാറ്റി വെക്കില്ല ചോദിച്ചാൽ അല്ലേ. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഇങ്ങനെ ഓരോ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും സ്ക്രീൻഷോട്ട് ഇടുന്ന സംവിധാനത്തിലേക്ക് വരാം നമുക്ക്. അപ്പം സൂമിൽ ആളുണ്ടാവില്ല അല്ലെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാഴ്ചയിൽ ഒരു ഫാമിലി ബോണസ് മതിയുന്നു. ലക്ഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, കോടികളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഇരിക്കുന്ന 192ഓളം പേരുണ്ട്. ഓരോ ആഴ്ചയിലും ഒരു ഫാമിലി ബോണസുകൾ നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അതിൽ കൂടുതൽ വരുമാനം കിട്ടുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല ഞാൻ നിരുത്സാഹപ്പെടുത്താനല്ല പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂടുകയോ കുറയോ? കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പൊ നമ്മളിത് മാറ്റി വെക്കില്ല. അത് എന്ത് വില കൊടുത്തിട്ടും നമ്മൾ അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ, ഉറപ്പല്ലേ. LIC ഏജന്റുമാർക്ക് കാണാം, അവർക്കൊരു മാർച്ചിൽ ഇത്ര പോളിസി എടുക്കണമെന്നുണ്ട് ഇല്ലേ, ഇല്ലെങ്കിൽ അവരുടെ കട്ടായി പോകും. അപ്പൊ എന്ത് ചെയ്യും? മാർച്ചിലാണെന്ന് തോന്നുന്നു അതിന്റെ മാസം. ഫെബ്രുവരി വരെ ഒരു കച്ചവടം ചെയ്യാത്ത ആളും മാർച്ച് 31 ആകുമ്പോഴേക്കും 12 പോളിസിയോ 15 പോളിസിയോ എണ്ണ എനിക്ക് മറന്നുപോയി. ആ പോളിസി എവിടെ ആരെ കൊന്നാലും വേണ്ടില്ല അവർ അവിടെ കൊണ്ടുകൊടുക്കും ഇല്ലേ. എന്തുകൊണ്ടാ? ഇല്ലെങ്കിൽ അവരുടെ ID കട്ടായി പോകും. അത് മാറ്റി വെക്കാൻ പറ്റില്ല. അതുവരെ 11 മാസവും മാറ്റി വെച്ച് പോയ ആളുകൾ 12ാമത്തെ മാസമാകുമ്പോൾ എണ്ണം തേക്കുന്നു. അതേപോലെ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഗോളുകൾ സെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല വിജയിക്കാത്തത്. ചെയ്ത ഗോളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അച്ചീവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അച്ചീവ് ചെയ്യുന്നില്ല? നമുക്ക് പറ്റാത്ത ഗോളുകൾ ലീഡേഴ്സ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ബ്രെയിനിലേക്ക് എടുത്തു വെക്കുന്നു, എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കും. അത് അച്ചീവബിൾ ആവില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ടും തളരും. മനസ്സിന് തളർച്ച കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക, ഒരാഴ്ചയിൽ ഒരു ഫാമിലി ബോണസ്. അത് വേണ്ടേ നമുക്ക് ഇതുമായിട്ട് നടക്കുമ്പോൾ അല്ലെ? മാസം 30,000 രൂപ വേണ്ടേ? ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടീമിന്റെ ഗ്രോത്ത് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും എനിക്കിനി 2 എണ്ണം അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടാ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും. അപ്പോ 2 എണ്ണം അച്ചീവ് ചെയ്യാൻ വേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഗോളുകൾ സെറ്റ് ചെയ്ത് പോകേണ്ടത്. ഞാനൊക്കെ വിജയിച്ച വഴികളാ പറയണത്, മനസ്സിലായില്ലേ? അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഗോളുകൾ സെറ്റ് ചെയ്ത് പറ്റുന്ന ആളുകൾക്ക് 1 ലക്ഷത്തിന്റെ ഗോളുകൾ സെറ്റ് ചെയ്യാൻ 1 വർഷം 12 ലക്ഷം 15 ലക്ഷം ഇങ്ങനെ സ്ലോ ആയിട്ടെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാറ്റിവെക്കൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമാണ് നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ എനർജി ലെവൽ അത് കുറഞ്ഞു വരും എന്നാണ് മാഡം ഇവിടെ സൂചിപ്പിച്ച്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടുത്തെ. വളരെ ഓരോ കഥകളിലൂടെ അല്ലെ, ബൈബിൾ വചനങ്ങളിലൂടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് മാഡം സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള അവസരങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാനുള്ള വേദിയാണ് നമ്മുടെ 6 AM ക്ലബ് എന്ന് പറയുന്നത്. ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സായിട്ട് ബന്ധപ്പെടുക. നല്ല സബ്ജക്റ്റുമായിട്ട് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിൽ, അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സബ്ജക്റ്റുമായിട്ട് വരാൻ വേണ്ടി തയ്യാറാകുക എന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ പറയാനുള്ളത്. വളരെ നല്ല ഒരു സ്പീച്ചാണ് സുഷമ മേഡം നടത്തിയത്. സുഷമ മേഡം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അവർ വളരെ നല്ല രീതിയിൽ വളർന്നു വന്ന് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിൽ നിന്നാണെങ്കിലും അവരുടെ അധ്വാനം കൊണ്ടും അവരുടെ ചിന്ത കൊണ്ടും ഇല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കോട്ടയം ടൗണിൽ തന്നെ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലവും നല്ല ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട്. സാധാരണക്കാരിയൊന്നുമല്ല, ദൈവം അനുഗ്രഹിച്ച ഒരു മഹത്വമാണ് മറ്റേ സുഷമ മേഡം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ അഹങ്കാരമോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് ബയോട്ടോറിയം നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിലും ബയോട്ടോറിയം വിടാതെ പല പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും ബയോട്ടോറിയത്തിന്റെ കൂടെ അടിയുറച്ച് നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് സമയത്തും ഫീൽഡിൽ ഇറങ്ങാനും പ്രവർത്തിക്കാനും വളരെ താല്പര്യം കാണിക്കുന്ന നല്ലൊരു ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്ന ലീഡറാണ് സുഷമ മേഡം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ടെലിഫോൺ കോളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇന്ന് കോട്ടയം BOP ആണ്. എല്ലാ ലീഡേഴ്സും ആ പ്രദേശത്തിലെ എല്ലാവരും ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഞാൻ എപ്പോഴും പറയും പോലെ പ്രോഗ്രാം സെന്ററുകളാണ് നമ്മുടെ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നാളെ കണ്ണൂർ BOP ആണ്. കണ്ണൂരിൽ നമ്മളെ മാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ള അടിപൊളിയായിട്ടുള്ള ക്ലാസ് നാളെ ഉണ്ടാവും. കോഴിക്കോട് നടന്ന രീതിയിലുള്ള അതേ പ്രോഗ്രാമാണ് കണ്ണൂർ വെച്ച് നടക്കുന്നത്. അതുകൊണ്ട്